ഹലോ ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് അത്യാവശ്യം ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാനാണ് വന്നിട്ടുള്ളത്. കാര്യം മറ്റൊന്നുമല്ല, ഫെബ്രുവരിയിൽ ISL സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എന്നുള്ള കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞു. അപ്പം ഞാൻ പറയാൻ വരുന്ന കാര്യങ്ങൾ ഇപ്പം ISL പ്രതിസന്ധിയെ മുൻനിർത്തി അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിന്റെ പ്രതിസന്ധികളെ മുൻനിർത്തി ആ, എല്ലാ ക്ലബ്ബുകൾക്കും ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. നമ്മൾ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തതാണ്. അപ്പം നമ്മൾ ഇപ്പൊ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ടീമിനെ പറ്റിയിട്ടാണ്, കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ പല പ്ലേയേഴ്സും പോയി, അഡ്രിയാൻ ലൂണ അടക്കം ഉള്ള പ്ലേയേഴ്സ് ലോണിലൊക്കെ പല ക്ലബ്ബുകളിലേക്കും പോയിരിക്കുന്നു. അപ്പം ക്ലബ്ബ് ശരിക്കും ഒരു ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണുള്ളത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ നമ്മുടെ ഈ മാനേജ്മെന്റുമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ മാറ്റി വെക്കേണ്ട ഒരു സമയമാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം നമ്മൾ ഫാൻസ് ആണ്, നമുക്ക് ക്ലബ്ബാണ് വലുത്. ഈ ക്ലബ്ബ് എന്ന് ഇവിടെ ഉണ്ടാവണം, നിലനിൽക്കണം. ഈ ക്ലബ്ബ് ഇല്ല എങ്കിൽ നമ്മുടെ ചാൻഡിങ്ങോ നമ്മുടെ എന്താ ആ ഒരു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ ക്ലബിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ 30 കോടി രൂപ വരെ നഷ്ടത്തിലേക്ക് വന്നേക്കാം എന്ന് വരെ ഒരു റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മാക്സിമം നമ്മൾ സ്റ്റേഡിയത്തിൽ പോയി കളി കാണുക. നമുക്ക് ഏകദേശം ഒരു 6-7 മത്സരങ്ങൾ മാത്രമേ ഹോമിൽ തവണ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അത്രയും മത്സരങ്ങൾ നമ്മൾ പോയി സ്റ്റേഡിയത്തിൽ പോയി തന്നെ കാണുക. അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് ടിക്കറ്റിലൂടെ ഉള്ള റവന്യൂ ടീമിന് ലഭിക്കട്ടെ, അല്ലെങ്കിൽ ക്ലബിന് ലഭിക്കട്ടെ. പിന്നെ അതേപോലെ തന്നെ ഇന്ത്യൻ ഫുട്ബോളിന്റെ ഈ ഒരു സാഹചര്യത്തോട് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രതിഷേധിക്കാൻ കിട്ടുന്ന ഏറ്റവും വലിയ അവസരമാണ് ഈ ഹോം മത്സരങ്ങൾ. അത് നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ മഞ്ഞപ്പുറ സ്റ്റാൻഡിലാണെങ്കിലും ഏത് സ്റ്റാൻഡിലാണെങ്കിലും നമുക്ക് ടിഫോകൾ വഴിയും അല്ലാതെ മറ്റ് പ്രതിഷേധം നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്ന എല്ലാ രീതിയിലും പ്രതിഷേധിക്കാൻ ഇന്ത്യൻ ഫുട്ബോളിനോടും AIF-നോടും ഒക്കെ നമുക്ക് പ്രതിഷേധിക്കാനുള്ള ഏറ്റവും വലിയൊരു ടൈമാണ്. ഇതൊരു റൈറ്റ് ടൈമാണ്. ഈ സമയത്താണ് നമ്മൾ ശരിക്കും ഒന്നിക്കേണ്ടത്, ഒന്നിച്ച് നിൽക്കേണ്ടത്. നമുക്ക് മാക്സിമം എന്തായാലും ടീമിന് വേണ്ടിയിട്ട് നമുക്ക് പ്ലേയേഴ്സ് ഒക്കെ പോട്ടെ, പോകും, പ്ലേയേഴ്സ് വരും പോകും, അതൊക്കെ ക്ലബ് ഫുട്ബോൾ സാധാരണമാണ്. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യം നമ്മൾ ഒന്ന് നോക്കുക. അപ്പോൾ ക്ലബിന്റെ കൂടെ നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പൊ അതുകൊണ്ട് എത്ര മത്സരങ്ങൾ ഹോമിൽ നടക്കുന്നുണ്ടോ അത്രയും മത്സരങ്ങൾ നമ്മൾ സ്റ്റേഡിയത്തിൽ പോയി തന്നെ കാണുക. അതാണ് നമുക്കിപ്പോൾ ടീമിന് കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ക്ലബിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ട്. ഒരു ആരാധകൻ എന്ന നിലയിൽ ഏറ്റവും വലിയ സപ്പോർട്ട് അതാണ് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്. അതേപോലെ നമുക്ക് സ്റ്റേഡിയത്തിൽ ഇരുന്ന് മാക്സിമം നമുക്ക് പ്രതിഷേധിക്കാം. ഇന്ത്യൻ ഫുട്ബോളിന് എതിരെ അല്ലെങ്കിൽ ഇവിടുത്തെ മാനേജ്മെന്റിനെതിരെ നമുക്ക് പ്രതിഷേധിക്കാനുള്ള ഏറ്റവും വലിയൊരു റൈറ്റ് ടൈമാണിത്. അപ്പൊ നമുക്ക് എന്തായാലും കാത്തിരിക്കാം. എന്നും എല്ലോ ടീമിനൊപ്പം നിൽക്കാം. താങ്ക് യു.